ഇതിൽ ഇന്നത്തെ നിർണായകമായ ചില അപ്ഡേറ്റുകളാണ് നമ്മൾ നോക്കുന്നത്. അതിലാദ്യമായിട്ട് തന്നെ ഇസ്രയേൽ ഗാസയ്ക്കുള്ളിൽ നടത്തുന്ന അറ്റാക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്നലെ ഗാസയ്ക്കുള്ളിൽ ശരിക്കും പറഞ്ഞാൽ എയ്ഡ് കൊടുക്കുന്ന, അതായത് ഈ സഹായം കൊടുക്കുന്ന ഈ യുണൈറ്റഡ് നേഷൻസിൻ്റെ ആ ട്രക്കുകളൊക്കെ കൊണ്ടുവന്ന് ഈ സാധനങ്ങളൊക്കെ ഡംപ് ചെയ്ത് വെക്കുന്ന ആ ഒരു ഡിപ്പോ പോലത്തെ സ്ഥലം, ആ സ്ഥലത്താണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന കാരണം എന്തുകൊണ്ടാണ് അത് അറ്റാക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ, അവിടെ കുറേ തീവ്രവാദികൾ ഇരുന്ന് അവിടെ നിന്നാണ് ഡ്രോൺ അറ്റാക്ക് ഇന്നലെ ഇസ്രായേലിനെതിരെ ആ സ്ഥലത്ത് നിന്നാണ് ട്രാക്ക് ചെയ്തപ്പം ആ സ്ഥലത്ത് നിന്നാണ് ഡ്രോൺ വിക്ഷേപിച്ചതായിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ സ്ഥലം അറ്റാക്ക് ചെയ്തത്. അത് അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, കൃത്യമായ മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് ആൾക്കാരെ മാറിപ്പോകാനുള്ള സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു ബിൽഡിങ്ങിനകത്തും അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ആ മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് അറ്റാക്ക് ചെയ്തതിൽ 10 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ ആൾക്കാർക്ക് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഈ 2 ഡ്രോണുകൾ ഇന്നലെ വിട്ടെന്ന് പറഞ്ഞല്ലോ ഇസ്രായേലിന്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ അഷ്കലോൺ ഭാഗത്തായിട്ടാണ് ഈ ഒരു 7 സ്ഥലങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മിസൈൽ അറ്റാക്കിന്റെ ഒരു അലാറം അടിച്ചത്. അപ്പോൾ ഇത് കുറേ നാൾക്ക് ശേഷമാണ് ഇസ്രായേൽ ഇങ്ങനെ ഒരു അലാറം അടിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ 2 ഡ്രോണുകൾ വന്നതിൽ ഒരെണ്ണം ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു, ഒരെണ്ണം വന്ന് പതിച്ചു. പതിച്ചതിൽ ഒരു ബിൽഡിങ്ങിന് നല്ല രീതിയിലുള്ള ഫയർ ആക്സിഡന്റ് നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഈ ഒരു അലാറം കേട്ടതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാരും ബങ്കറിനകത്ത് പോയി. ലൈഫ് ത്രെട്ട് ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ എന്നാലും ആ ബിൽഡിംഗ് അവിടെ കത്തിപ്പിടിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. എന്നാലും ഉടനെ തന്നെ അതിന് തിരിച്ചടിയായിട്ടാണ് ഈ ഒരു അറ്റാക്ക് അവിടെ നടത്തിയത്. പിന്നെ ഇവർ ടാർഗറ്റ് ചെയ്ത് നടത്തിയ അറ്റാക്കിൽ ഇന്നലെ, അതായത് ഈ ഒരു ഗോഡൌണിന്റെ ഭാഗത്ത് നടത്തിയ അറ്റാക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീവ്രവാദികളെ അവിടെ വധിച്ചിട്ടുണ്ടെന്നാണ് അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമർ ദലൂൽ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണ്, ഹമാസിന്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്. ജിഹാദ് യാസിൻ എന്ന് പറയുന്ന ആള് കമ്പനി കമാൻഡർ ആണ്. സെയ്ത്തൂൻ എന്ന് പറയുന്നവൻ ബറ്റാലിയൻ ആണ്. കൂടാതെ 6 അഡീഷണൽ ഹമാസ് തീവ്രവാദികളെയും വധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് 9-10 പേരോളം അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ കൊല്ലപ്പെട്ട ഈ മിക്ക തീവ്രവാദികളും UNRWAയുടെ കീഴിൽ ഉള്ള സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടീച്ചേഴ്സ് ആണെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. അതായത് ഈ സ്കൂളൊക്കെ ഇപ്പം ഗാസയിൽ ഇപ്പം പ്രവർത്തിക്കുന്നില്ല. അപ്പൊ അതിന് പകരം എന്താണ് ഇവരുടെ യഥാർത്ഥ ജോലി, എന്ത് ദൗത്യത്തിനാണ് ഇവർ യഥാർത്ഥത്തിൽ സ്കൂൾ ജോലിയിൽ ജോയിൻ ചെയ്ത് വന്നത്, ആ പ്രവൃത്തി അവർ ഡയറക്റ്റ് ചെയ്തപ്പം അവർ പിടിക്കപ്പെട്ടു, അടിയും കിട്ടി, ഇപ്പൊ മരിക്കുകയും ചെയ്തു. എന്നാൽ ആ മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ദെയ്ർ അൽ ബല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് അറ്റാക്ക് ചെയ്യപ്പെട്ടത്. ഇവർ ഈ കൊല്ലപ്പെട്ട ഈ തീവ്രവാദികൾ മൊത്തം അൽ ഹുരിയ എന്ന് പറഞ്ഞ സ്കൂളിലാണ് ഇവർ പണിയെടുത്തുകൊണ്ടിരുന്നത്. അൽ ഹുരിയ എന്ന് പറഞ്ഞ ഒരു സ്കൂളിൽ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്ന സാറുമാരാണ്. ശരിക്കും തീവ്രവാദ പ്രവർത്തനം കുട്ടികളെ പഠിപ്പിക്കുന്നതും തീവ്രവാദ പ്രവർത്തനത്തിൽ നിത്യേന ഏർപ്പെടുന്ന ആൾക്കാരും കൂടിയാണ്. ഇത്രയെല്ലാം സംഭവങ്ങൾ നടന്നാലും ഏതാണ്ട് 350ഓളം എയ്ഡഡ് ട്രക്കുകൾ സാധനം കൊണ്ട് ഗാസയ്ക്കുള്ളിൽ ഇന്നലെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രയും സാധനങ്ങൾ അവിടെ കൊണ്ടുപോകുന്നുണ്ട്, അവിടെ ബാക്കിയുള്ള ആൾക്കാർക്ക് അത് വിതരണം ചെയ്യുന്നുണ്ട്. IDF കുറച്ച് നാൾക്ക് മുമ്പേ ഈ തായ്ലാന്റിൽ ഒരു വാണിംഗ് കൊടുത്തോണ്ടേ ഇരിപ്പുണ്ടായിരുന്നു. അവിടെ ഒരു ടെറർ അറ്റാക്ക് സംഭവിക്കും, അവിടെ ടാർഗറ്റഡ് ആണ്, അവിടെ വാണിംഗ് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ അലേർട്ട് കൊടുത്തുകൊണ്ടിരുന്നതാണ് തായ്ലാന്റിൽ. അപ്പോൾ തായ്ലാന്റിൽ ഇന്ന് ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ട്. നടത്തിയ ആ തീവ്രവാദികളുടെ പ്രായം എന്ന് പറഞ്ഞാൽ ഒരാളുടെ 16 വയസ്സ്, ഇനി ഒരാളുടെ 17 വയസ്സ്. എല്ലാം അണ്ടറാണ്, മൈനേഴ്സ് ആണ്. ഇവരാണ് അവിടെ ഒരു ബ്ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ടെററിസ്റ്റ് അറ്റാക്കാണ് അവിടെ നടത്തിയത്. അതിൽ 3 പേര് കൊല്ലപ്പെട്ടു, ഒരുപാട് ആൾക്കാർക്ക് 40-ലേറെ ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളതാണ്. സിറിയയ്ക്കുള്ളിൽ കുറച്ച് പുതിയ, ഇതിന് മുമ്പ് അസാദ് റെജിമിന്റെ അണ്ടർഗ്രൗണ്ടിൽ വെച്ചിരിക്കുന്ന കുറച്ച് ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അത് കണ്ടെത്തി അതിനെ നശിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേൽ. ഇന്നലെ രാത്രിയാണ് അതിന്റെ ഒരു അറ്റാക്ക് നടത്തിയത്. സിറിയയിൽ ചുരുക്കി പറഞ്ഞാൽ ഒന്നും ബാക്കി വെച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ രീതിയിൽ തെരഞ്ഞു പിടിച്ച് എവിടെയൊക്കെ ഉണ്ടോ എല്ലാം പൊട്ടും പൊടിയും വരെ തൂത്ത് പിറക്കി അടിച്ചങ്ങ് ഒതുക്കുകയാണ് ഇസ്രായേൽ. മർവാൻ ബുഗാറ്റി എന്ന് പറഞ്ഞ വ്യക്തി ഒരു തീവ്രവാദിയാണ്. ഇയാൾ 2ാം ഇന്തിഫാദയുടെ സമയത്ത് നല്ല രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും 3 സ്ഥലങ്ങളിൽ തീവ്രവാദ ആക്രമണം നടത്തിയതിന്റെ പേരിൽ ഇയാളെ അറസ്റ്റ് ചെയ്ത്, അതായത് 5 തവണ ശിക്ഷാവിധികൾ വിധിക്കപ്പെട്ട് 5 സെന്റൻസ് പുള്ളിയുടെ പേരിലുണ്ട്. 5 തവണ കോടതിയിൽ നിന്ന് സെന്റൻസ് ഉണ്ട്. അപ്പൊ അയാൾക്ക് ലൈഫ് ടൈം പ്രിസൺ ആണ് അവിടെ. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി, ജയിലിൽ കിടക്കുന്ന വ്യക്തിയെ ഇന്നലെ നൈസിന് ഈജിപ്റ്റ് പെട്ടെന്ന് ഇസ്രായേൽ ഈ മർവാനെ റിലീസ് ചെയ്യും എന്നുള്ള രീതിയിലുള്ള ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വിട്ടത്. അതിനെ കൃത്യമായി ഗണ്ണിച്ചുകൊണ്ട് ഇസ്രായേൽ മറുപടി കൊടുത്തിരിക്കുകയാണ്. ഒരു രീതിയിലും ഞങ്ങൾ അങ്ങനെ ഒരു ഡിസ്കഷനെ പറഞ്ഞിട്ടില്ല, ഇത്രമാത്രം ക്രൂരനായ ഒരു തീവ്രവാദിയെ പുറത്തുവിടാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ ടാർഗറ്റാണ് ഇമാതിരിയുള്ള ആൾക്കാരെ പുറത്തു കൊണ്ടുവരിക, എന്നാൽ മാത്രമേ വീണ്ടും അവരുടെ ഒരു റെജീം ശക്തിപ്പെടുത്താൻ കഴിയൂ. കാരണം ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്ന നേതാക്കൾ ഇന്ന് ഹമാസിലില്ല. അതിലാകെ ഉണ്ടായിരുന്ന ഒറ്റൊരു വ്യക്തിയായിരുന്നു യഹ്യ സിൻവർ. ആ യഹ്യ സിൻവർ ആയിരുന്നു ശരിക്കും ഈ ഗാസയ്ക്കുള്ളിലിരുന്ന് ഇത് നയിച്ചിരുന്നത്. ഇപ്പം ഗാസയ്ക്കുള്ളിൽ ഹമാസിനെ നയിക്കാൻ ആളില്ല. അതിന്റെ കാരണം എന്താണ്? ഇവന്മാരെ കണ്ടറിയത്തില്ലേ? ഇവന്മാരെ നല്ല തിന്നു കൊഴുത്ത് നല്ല സ്റ്റാർ ഹോട്ടലുകളിൽ കിടന്ന് ഉറങ്ങിയിട്ട് ഈ ഗാസയുടെ ജനങ്ങളെ തിരിഞ്ഞു പോലും നോക്കാത്ത സ്വഭാവമുള്ള ആൾക്കാരാണ് ഈ ഇപ്പം നയിക്കുന്ന ഈ മെഷാലിന്റെ ടീമുകൾ.
അവൻ നൈസിന് ഇന്നലെ തന്നെ അമേരിക്ക എടുത്ത് സംസാരിച്ച് അവന്റെ സഹോദരനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടുന്ന് റിലീസ് മേടിച്ച്. ഈ സഹോദരൻ പണ്ട് അയാളെ എഞ്ചിനീയർ ആണ്. അയാളുടെ പേര് മുഫീദ് അബ്ദുൽ ഖാദർ മെഷാൽ എന്നാണ് അവന്റെ പേര്. അയാള് അവിടെ എഞ്ചിനീയർ ആയിട്ട് പോയി ജോയിൻ ചെയ്യും. ആ ഡെസിഗ്നേഷനിലാണ്, പ്രോപ്പർ എഞ്ചിനീയർ ആണോ നമുക്ക് അറിയത്തില്ല. അവിടെ നിന്ന് ഫണ്ട് മൊത്തം സ്വരൂപിച്ച് ഈ ഹമാസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അയച്ചു കൊടുത്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ആ പൈസയുടെ ഇടപാടിന്റെ പേരിലാണ് അവനെ പിടിച്ചകത്താക്കിയത്, തീവ്രവാദിക്ക് ഫണ്ട് കൊടുക്കുന്നു പറഞ്ഞിട്ട്. 20 വർഷമാണ് അവനെ സെന്റൻസിന് വിധിച്ചത്. 16 വർഷം പൂർത്തിയായി, ഇനി 4 വർഷം ബാക്കിയുണ്ട്. ഈ 4 വർഷം ബാക്കി നിൽക്കെയാണ് ഈ ഒരു നിർണായക ഘട്ടത്തിൽ അമേരിക്ക അവനെ പുറത്തുവിട്ടത്. ഇപ്പം ഹമാസിന് ഓപ്പൺ ആയിട്ട് ഞങ്ങൾ ഹമാസ് ആണ് അറ്റാക്ക് ചെയ്യുന്നുള്ള പേരിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പൊ അവർ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് അതിനകത്തുണ്ട് ഗാസയ്ക്കുള്ളിൽ. അപ്പൊ അവരുടെ പേരിലാണ് ഇപ്പൊ അറ്റാക്കുകളൊക്കെ മാറ്റിയിരിക്കുന്നത്. കാരണം ഈ ഹമാസിന്റെ ഒരു പരിധി വരെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഒരാളെ അമേരിക്ക ഇവരുടെ ചർച്ചയുടെ ഭാഗമായിട്ട് റിലീസ് ചെയ്യുകയും ചെയ്തു. ആ രീതിയിൽ ഇരിക്കുമ്പോൾ ഇനി വീണ്ടും ഇങ്ങനെ ഹമാസിന്റെ പേരിൽ ഒരു അറ്റാക്ക് പോയി കഴിഞ്ഞാൽ അപ്പൊ ഇത് എന്തെല്ലാം ഇപ്പൊ സംസാരിച്ച് മുന്നോട്ട് പോയോ അതെല്ലാം പിന്നോട്ട് വരേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് പിന്നെ അതുകൂടാതെ അമേരിക്കയ്ക്ക് വീണ്ടും മറ്റേ പിടിച്ച് അകത്തിടാൻ വലിയ സമയമൊന്നും ആവത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഹമാസ് ഇപ്പോൾ ഒരു ടാക്ടിക്സ് ആയിട്ട് ഒരു ഗെയിമാണ് പ്ലേ ചെയ്യുന്നത്. അതായത് മറ്റുള്ള ഇവരുടെ ഇതര സംഘടനകളെ ഇവർ പിരിമുറുക്കി വിട്ടുകൊണ്ട് ആ പേരിൽ അറ്റാക്ക് നടത്താനാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഇപ്പൊ ഹമാസ് അറ്റാക്ക് ചെയ്താൽ തന്നെ പെട്ടെന്ന് മറ്റുള്ള സംഘടനകൾ ഏറ്റെടുക്കും. ഞങ്ങൾ പാലസ്തീനിയൻ ജിഹാദിയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന ബ്രിഗേഡറാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഗുഡ്സ് ബ്രിഗേഡാണ്, ഈ രീതിയിൽ ഏറ്റെടുക്കും. ഇങ്ങനെ ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അപ്പൊ ഹമാസ് ലൈം ലൈറ്റിൽ നിന്ന് ഇച്ചിരി മാറി നിൽക്കുക എന്നുള്ളതാണ്. കാരണം എന്താണ്, ആ സീസ് ഫയറിന്റെ ഒരു ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇസ്രായേൽ ഒരിക്കലും പറയാത്തൊരു പേരെടുത്ത് ഈജിപ്റ്റ് ഇന്നലെ പുറത്തിട്ടത്, ഈ മർവാൻ ബുഗാട്ടി. ഈ മർവാൻ ബുഗാട്ടിയെ നല്ല രീതിയിൽ ആവശ്യമുണ്ട് ഹമാസിന്. ഇപ്പൊ ഹമാസിന് ഒരു അടിമയെ വേണം. യഹിയ സിൻവാറിനെ പോലെ ഒരാളിനെ ഇപ്പൊ ആവശ്യമുണ്ട് ഹമാസിന്. ആ രീതിക്ക് തയ്യാറാകുന്ന പോരാളികളില്ല. അതാണ് ഇപ്പൊ അവസ്ഥ. ഈ യഹിയ സിൻവർ തന്നെ വലിയ പോരാളിയാണെന്നല്ല, ആ രീതിയിൽ ചില ആൾക്കാരുടെ ബ്രെയിൻ നമുക്ക് നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബ്രെയിനാണ് ഈ യഹിയ സിൻവർ. ഇവരുടെ ഇര, നമ്മൾ ഈ ചൂണ്ടയിൽ നമ്മൾ ഒരു ഇര കൊളുത്തിടുമല്ലോ, ആ കൊളുത്താണ് ഈ യഹിയ സിൻവർ. അപ്പൊ അതുപോലെ ഒരു കൊളുത്തുന്ന ഒരു ഇര ഇന്ന് ഇല്ല ഹമാസിന്റെ കയ്യിൽ. അതാണ് വസ്തുത. അപ്പൊ ആ ഒരു ഇരയെ ഇപ്പൊ തെരഞ്ഞു പിടിച്ചിട്ടാണ് ഈ മർവാൻ ബുഗാട്ടി എങ്ങനെയും ഇറക്കി നമുക്ക് ഇങ്ങനെ ചൂണ്ടയിൽ കൊളുത്തി ഗാസയിലങ്ങ് ഇടാന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇവർ ഇരിക്കുന്നത്. ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 160 മീറ്റർ ഡിസ്റ്റൻസിൽ, അതായത് ഈ എയ്ഡ് സൂക്ഷിക്കുന്ന ഈ ഒരു സ്റ്റോറേജ് ഗോഡൌണിന്റെ തൊട്ടടുത്ത് 160 മീറ്റർ ഡിസ്റ്റൻസിൽ വെച്ചിട്ടാണ് റോക്കറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ ഗോഡൌൺ മാത്രമല്ല, അവിടെ വെപ്പൺ സ്റ്റോറേജ് ഉണ്ട് എന്നുള്ള രീതിയിൽ കൃത്യമായ ഇൻഫർമേഷൻസ് ഇസ്രായേൽ ഡിറ്റക്ട് ചെയ്തുകൊണ്ടാണ് അവിടെ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അവിടെ വെപ്പൺസ്, റോക്കറ്റ് ഉൾപ്പെടെയുള്ള ഡ്രോൺ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, സാമഗ്രികൾ ഈ ഗോഡൌണിൽ, അതായത് നമുക്ക് പണ്ടേ അറിയാം, പറഞ്ഞിട്ടുണ്ട് നമ്മൾ, ഈ UNRWA ട്രക്കിലൂടെയാണ് ഇവരുടെ വെപ്പൺസ് മൊത്തം ഇവർ കടത്തുന്നത്. ഈ വെപ്പൺ കൊണ്ടുവരുന്ന ഈ ട്രക്കുകളെ ഇവർ കൃത്യമായിട്ട് നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇവര് കടത്തിക്കൊണ്ട് പോകലാണ് പതിവ്. അപ്പൊ അങ്ങനെ തട്ടിക്കൊണ്ടു പോകുന്ന ട്രക്കുകളിൽ നിന്ന് കൃത്യമായി ഇവർ ഈ ഒരു വെപ്പൺസ് ഒക്കെ എടുത്തുകൊണ്ട് ഈ സ്റ്റോറേജ് ഗോഡൌണിലാണ് സൂക്ഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഗാസയിൽ നല്ല രീതിയിലുള്ള ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു വെപ്പണൊക്കെ എടുത്തുകൊണ്ട് വളരെ ഫ്രീ ആയിട്ട് മൂവ്മെന്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. കാരണം അവർ കൃത്യമായിട്ട് നോട്ട് ചെയ്യും, മൊസാദ് കൃത്യമായിട്ട് നോട്ട് ചെയ്യും. ഷിൻബറ്റും കൂടെ അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവർ പെട്ടെന്ന് തന്നെ, ഇവർക്ക് ആക്സസ് ഇല്ലാണ്ടാണ് പെട്ടെന്ന് ഇവർ ആ ഒരു ഗോഡൌണിന്റെ ഭാഗത്ത് തന്നെ ഇവർ ലോഞ്ച് ചെയ്തത്. അതാണ് ഇവരുടെ മിസ്റ്റേക്ക്. അപ്പൊ കൃത്യമായി ഇസ്രായേലിന് കത്തി അവിടെ സാധനം ഉണ്ടെന്നുള്ളത്, അതാണ് വന്ന് അറ്റാക്ക് ചെയ്തത്. ഒരു സൈഡിൽ ഇരിക്കുമ്പോൾ തന്നെ കാനഡയിൽ ഒരു വിഷയം നടന്നിട്ടുണ്ട്. കാനഡയിൽ നമ്മൾ പറഞ്ഞല്ലോ ഒരു 3 സ്റ്റുഡന്റ് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ ആ 3 സ്റ്റുഡന്റിന്റെ കൊലപാതകത്തില് അവിടെ അന്വേഷണം തുടരുന്നതിനിടെ കാനഡ ഒരു വിഷയം ചെയ്തിട്ടുണ്ട്. അതായത് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസുകൾക്കെല്ലാം ഒരു ഇമെയിൽ പോയിട്ടുണ്ടെന്ന്. ആ ഇമെയിൽ എന്താന്ന് പറഞ്ഞാൽ ഇവരുടെ ഡോക്യുമെന്റ്സ് എല്ലാം റീസബ്മിറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇനി ഫ്രഷ് ഡോക്യുമെന്റ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു മെയില് സ്റ്റുഡൻസിനെ എല്ലാം നല്ല രീതിയിൽ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇനി പുതിയ ഡോക്യുമെന്റുകൾ സബ്മിറ്റ് ചെയ്യണം. ഇതില് ഓക്കെ, ഡോക്യുമെന്റ് അവരുടെ സ്റ്റഡി സർട്ടിഫിക്കറ്റ്, അവരുടെ കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടി വരും. ഓക്കെ, അതൊക്കെ ഒരു പരിധി വരെ ഓക്കെയാണ്. പിന്നെ ഇതിൽ സംഭവിക്കാൻ പോകുന്ന പറഞ്ഞാൽ ഇപ്പൊ അറ്റൻഡൻസ്, അതേപോലെ തന്നെ മാർക്ക് ഷീറ്റ്, ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു 3 വർഷത്തെ കോഴ്സ് എടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ 2 വർഷത്തെ കോഴ്സ് എടുത്തിരിക്കുന്നു. അപ്പൊ 1 വർഷം കംപ്ലീറ്റ് ആയി. ഈ 1 വർഷം കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും അതിന്റെ മാർക്ക് ഷീറ്റ്, അറ്റൻഡൻസ്, ഇതൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ അവിടെ ശരിക്കും നിങ്ങൾ കോളേജ് പഠനത്തിന് തന്നെയാണോ വന്നത് എന്നുള്ളൊരു ചോദ്യം കാനഡ ഇൻഡയറക്ട്ലി ഉയർത്തുകയാണ്. ഇത് ഒരുമാതിരിപ്പെട്ട സ്റ്റുഡൻസുകളുടെ എല്ലാം ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട തലവേനയായിട്ട് മാറിയിരിക്കുകയാണ്. എന്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് സൈൻ ചെയ്തിട്ടാണ് ഓരോ കോളേജിലും കയറിയിരിക്കുന്നത് നമുക്കറിയത്തില്ല. ഇവിടെ നിന്ന് ജോലിക്കായിട്ട് പോയവരുണ്ടാവും, ഇവിടെ നിന്ന് പഠനത്തിനായി പോയവരുണ്ടാവും, അതേപോലെ ഇവിടെ നിന്ന് സ്റ്റുഡൻസ് വിസയിൽ പോയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. ഇതിൽ ഏറ്റവും കൂടുതൽ പെടാൻ പോകുന്നത് ഈ സ്റ്റുഡൻസ് വിസയിൽ പോയിട്ട് ജോലിക്കായി നിൽക്കുന്നില്ലേ, അവരാണ് ഏറ്റവും കൂടുതൽ അത് ബുദ്ധിമുട്ടാൻ പോകുന്നത്. എനിവേ, ഇത് ഞാനിങ്ങനെ ഒരു പ്രഡിക്ഷൻ ഒന്നും പറയുന്നില്ല. എന്തായാലും കാനഡ ഗവൺമെന്റ് ഈ ഒരു സ്റ്റുഡൻസിന്റെ കംപ്ലയൻസസ് ഒക്കെ പൂർത്തിയാക്കിയിട്ട്
ആ ഒരു റിപ്പോർട്ട് പുറത്തു വരട്ടെ, അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താണ് കാര്യം എന്നുള്ളത്. ഇത് ട്രൂഡോയുടെ ഒരു കുരുട്ട് ബുദ്ധിയാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാലും നോക്കാം. ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശ് ശരിക്കും മുൾമുനയിലാണ്. ഇന്ത്യയുടെ ഒരു ഫോറിൻ മിനിസ്ട്രി ടീം ബംഗ്ലാദേശിന്റെ ഉള്ളിൽ ഒരു 3-4 ദിവസമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബംഗ്ലാദേശ് ഇന്ത്യക്കിട്ട് നല്ല രീതിയിൽ പണിയുന്നുണ്ട്. ഇൻഡയറക്റ്റ് ആണെങ്കിലും ഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ഇന്ത്യയെ അഫക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. കൃത്യമായിട്ട് അതിൽ അവരൊരു ലോ കഴിഞ്ഞ തവണ റിലാക്സേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പാകിസ്ഥാനി നാഷണലിന് ബംഗ്ലാദേശിലോട്ട് വരാൻ വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റി ക്ലിയറൻസ് ആവശ്യമില്ല. ഇതിനു മുമ്പ് സെക്യൂരിറ്റി ക്ലിയറൻസ് ആവശ്യമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് സെക്യൂരിറ്റി ക്ലിയറൻസ് ആവശ്യമുണ്ടായത്? ആ സെക്യൂരിറ്റി ക്ലിയറൻസ് ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് വിസ അപ്ലൈ ചെയ്യുന്ന പാകിസ്ഥാനി നാഷണൽ ഒരു സെക്യൂരിറ്റി ക്ലിയറൻസ് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ആ സെക്യൂരിറ്റി ക്ലിയറൻസിന് ഒരു അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അവർ വെരിഫൈ ചെയ്യും ഇവന്റെ ബാക്ക്ഗ്രൗണ്ട്. അതായത് ഇവൻ ഈ ബംഗ്ലാദേശിൽ ഉൾപ്പെടെ നിരോധിച്ചു വെച്ചിരിക്കപ്പെട്ട കുറെ സംഘടനകളുണ്ടല്ലോ, കുറെ ഇസ്ലാമിക് സംഘടനകളുണ്ട്. അപ്പൊ അതിലെല്ലാം ഏതെങ്കിലും ഉള്ള ആളാണോ? ഫോർ എക്സാമ്പിൾ ഈ കശ്മീർ ഭാഗത്ത് ചില കശ്മീരിനെതിരെ പ്രവർത്തിക്കുന്ന ചില സംഘടനകളുണ്ട്, അതേപോലെ ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്, ഇതേപോലത്തെ കുറെ നിരോധിക്കപ്പെട്ട സംഘടനകളുണ്ട്. അപ്പൊ ഇതിലേതെങ്കിലും നിരോധിക്കപ്പെട്ട സംഘടനയിലുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വിസ നിഷേധിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ സംഭവം ഇപ്പൊ ഇയാൾ വന്നിട്ട് എടുത്തു കളഞ്ഞിരിക്കുകയാണ്, ഈ യൂനസ്. ഇത് ഇന്ത്യക്ക് ഭീഷണി ഉണ്ടാക്കുന്ന വലിയൊരു സംഗതിയായിട്ടാണ് ഇന്ത്യ കാണുന്നത്. ഇന്ത്യ ഇതിനെ വലിയൊരു ത്രെട്ടായിട്ട് തന്നെ കണക്കാക്കുന്നത്. അപ്പൊ ഈ ഒരു യൂനസിനെ ഇരുത്തി ചോദ്യം ചെയ്യുന്ന കണക്കാണ് നമ്മളുടെ ഓഫീസർമാർ ബംഗ്ലാദേശിൽ പോയി ഇരുന്ന് സംസാരിച്ചത്. ഈ സെക്യൂരിറ്റി ക്ലിയറൻസിന്റെ റിപ്പോർട്ട് നിങ്ങൾ റിവോക്ക് ചെയ്തത് എന്തിനാണെന്നുള്ള ചോദ്യമാണ് അവിടെ ഉയർത്തിയത്. ഇതിന് അവന് കൊടുക്കാനുണ്ടായിരുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻഷിപ്പ്, ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ്, അത് കൂടാതെ സെക്യൂരിറ്റി ആൻഡ് ഇന്റലിജൻസ് ഇത് ഉറപ്പുവരുത്താനാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ചോദിച്ചതിൽ സെക്യൂരിറ്റി ആൻഡ് ഇന്റലിജൻസിൽ എന്താണ് ഉറപ്പുവരുത്തേണ്ടത്? കാരണം നിങ്ങൾ ഇന്ത്യക്കുള്ളിലാണല്ലോ ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് സെക്യൂരിറ്റി ത്രെട്ട് എവിടെ നിന്നാണ് വരുന്നത്? ഇപ്പൊ മിയാൻമാറിന്റെ ഒരു സൈഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ അതിൽ ക്ലിയർ ആയിട്ട് അത് ഫോക്കസ് ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ പാകിസ്ഥാനിൽ നിന്ന് എന്ത് രീതിയിലുള്ള ഇന്റലിജൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്? അതാണ് ഇന്ത്യയുടെ ചോദ്യം. വളരെ കൃത്യമായ ചോദ്യമാണ്. ഇതിനൊന്നും ഉത്തരമില്ല. ഈ മുതുമുത്തശ്ശനായി അവിടെ ഇരിക്കുന്ന പ്രൊഫസറിന് ഉത്തരമില്ല എന്നുള്ളതാണ്. ഉത്തരമില്ലാത്തതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയുടെ സഹകരണം വേണമെന്നുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളിൽ കൃത്യമായ ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ട്. അത് വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇന്ത്യയുമായിട്ടുള്ള സഹകരണം മുന്നോട്ട് പോകത്തില്ല എന്നുള്ളതാണ്. കാരണം ഇന്ത്യക്ക് ഉള്ളിൽ കിടക്കുന്ന ഒരു സ്റ്റേറ്റ് പോലെ കിടക്കുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. നമുക്കൊരു സെക്യൂരിറ്റി ത്രെട്ട് ആണ്. ആ രീതിക്കാണ് അവരുടെ നിയമത്തിൽ അവർ ചെറിയ മാറ്റം വരുത്തി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള നിയമപ്രകാരം മസൂദ് അസറിന് വരെ ഈസി ആയിട്ട് ബംഗ്ലാദേശിന് ഉള്ളിൽ വന്നിട്ട് പോവാം. നിങ്ങൾ ആലോചിച്ച് നോക്കും. എല്ലാവർക്കും അറിയാവുന്ന പോലെ ബംഗ്ലാദേശ് ബോർഡർ വെസ്റ്റ് ബംഗാളുമായിട്ട് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ അതിനകത്ത് കൂടെ ഏത് തീവ്രവാദിക്ക് ഇനി വരാനുള്ള അവസ്ഥയാണ്. ഇത് ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിയെ വളരെ നല്ല രീതിയിൽ തന്നെ ത്രെട്ട് ചെയ്യുന്നുണ്ട്. ഇത് കർശനമായിട്ട് എതിർത്ത് തന്നെയാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. ഈ ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ ബംഗ്ലാദേശിന്റെ ഉള്ളിൽ ഈ ഷേഖ് ഹസീന ഇറങ്ങിയതിനു ശേഷം ഈ ഒരു 4 റെപ്രസെന്റേറ്റീവിനെ വിട്ട് സംസാരിപ്പിച്ചത്. ഇതിന് കൃത്യമായ തീരുമാനമൊന്നും അവരുടെ ഭാഗത്ത് നിന്ന് എടുത്തിട്ടില്ല. അപ്പൊ അതേസമയം ഇവരുടെ അർക്കൻ ആർമി എന്ന് പറഞ്ഞ ആ ഒരു മിയാൻമാറുടെ സൈഡിൽ നിന്ന്, ഈ അർക്കൻ ആർമി എന്ന് പറയുന്നത് മിയാൻമാറുടെ തനതായിട്ടുള്ള ആ ഒരു ഗോത്ര രീതിയിലുള്ള ഒരു ആർമിയാണ് കേട്ടോ. അപ്പൊ അവർ ശരിക്കും പറഞ്ഞാൽ മിയാൻമാറിന് എതിരാണ്, മിയാൻമാർ ആർമിക്ക് തന്നെ എതിരാണ്. പിന്നെ വേറൊരു സൈഡിൽ ചൈനീസ് ആർമി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ചൈനീസ് ആർമിക്കും ഈ അർക്കൻ ആർമി ഒരു ത്രെട്ടാണ്. പക്ഷെ അർക്കൻ ആർമിയെ ഈ ബംഗ്ലാദേശിന് തന്നെ നല്ല പേടിയാണ്. ഈ അർക്കൻ ആർമിയുടെ ആ ഒരു ബോർഡറിൽ ഏതാണ്ട് 240 ഒഫീഷ്യലി ബോർഡർ ഉണ്ട്. 240 കിലോമീറ്ററോളം അടുപ്പിച്ച് ബംഗ്ലാദേശ് മിയാൻമാർ സൈഡിലെ ബോർഡർ ഉണ്ട്. ആ ബോർഡറിൽ ഇവർ 20 കിലോമീറ്റർ വളരെ ഈസി ആയിട്ട് അർക്കൻ ആർമി വന്ന് കയറി അങ്ങ് ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. കാരണം ഇവന്മാരും അവിടെ ഈ ബംഗ്ലാദേശികൾക്ക് അവന്മാരെ പേടിയാണ്. ഇവന്മാർ അങ്ങോട്ട് പോകത്തൊന്നുമില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ അവർ കുറെ സ്ഥലം കയറി പിടിച്ചിരിക്കുകയാണെന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പൊ അതിന് യൂനസ് ഒരു നല്ല രീതിയിൽ ഒരു കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യ ഞങ്ങളുമായിട്ട് സഹകരിക്കണം, ചൈന ഇതിനകത്ത് ഇടപെടണം, മിയാൻമാറിന്റെ ആക്ച്വൽ ആയിട്ടുള്ള ആ ഒരു രീതിയിൽ ഗവൺമെന്റ് തലത്തിൽ ഇടപെടണം എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു അനൗൺസ്മെന്റ് ഒക്കെ വിട്ടിരിക്കുകയാണ്. ഇന്ത്യ അതിനകത്ത് ഇടപെടുന്നില്ല. ഇന്ത്യക്ക് മിയാൻമാറിന്റെ സൈഡിൽ ഇന്റലിജൻസ് തലത്തിൽ നല്ല രീതിയിൽ ബന്ധമുണ്ട്. അത് ഏത് രീതി വരെ പോകും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഇന്ത്യയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഇവിടെ ഒഫീഷ്യലി കൺഫേം ചെയ്യുന്നില്ല. പക്ഷേ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇപ്പം ഏകദേശം ബംഗ്ലാദേശിനെ ഏറ്റവും കൂടുതൽ ആശങ്കയ്ക്ക് ഉള്ളാക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 5 ലക്ഷം റോഹിംഗ്യ മുസ്ലിംസ് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ കയറി വരാനുള്ള സാധ്യതയുണ്ട്. ഈ റോഹിംഗ്യ മുസ്ലിംസ് പറഞ്ഞാൽ ഈ ബംഗാളികൾ തന്നെയാണ്. യുവമാരാണ് അങ്ങോട്ട് പോയി താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവർ വരുന്നതിനെതിരെയാണ് ഇപ്പൊ യുവമാര് കൊടിയും പൊക്കി നിൽക്കുന്നത്. ശരിക്കും യുവമാർക്ക് എന്താണ് വേണ്ടത്? റോഹിംഗ്യ മുസ്ലിംസ് തന്നെയല്ലേ, അവരെ ഏറ്റെടുത്തൂടെ? അവർ ഹിന്ദുസ് അല്ലല്ലോ. ഒരു മിനിമം ഒരു 5 ലക്ഷം റോഹിംഗ്യ റെഫ്യൂജികൾ ബംഗ്ലാദേശിനുള്ളിൽ കയറാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് പറഞ്ഞല്ലോ, ഇന്ത്യ ഒന്നും ചെയ്യണ്ട, അവന്മാർ സ്വയമേ നശിച്ചോളും. ഇന്ത്യ ജസ്റ്റ് ബോർഡർ അങ്ങ് സെക്യൂർ ചെയ്യുന്നുണ്ടാൽ മതി. ഇന്ത്യ കൃത്യമായി ബോർഡറിൽ നല്ല രീതിയിലുള്ള BSF ബറ്റാലിയൻസിനൊക്കെ വിന്യസിച്ച് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവന്മാർ ഡ്രോൺ കൊണ്ടുവിട്ടില്ലേ? ഈ ഡ്രോൺ കൊണ്ടുവിട്ടതിന് കൃത്യമായ തെളിവ് പുറത്തു വന്നിട്ടുണ്ട്. ഈ ഡ്രോൺ കൊണ്ടുവിട്ടത് പാകിസ്ഥാന്റെ ഇൻഫ്ലുവൻസോട് കൂടി തന്നെയാണ്.
ഈ ബംഗ്ലാദേശിന് പാകിസ്ഥാന്റെ ഇന്റലിജൻസുമായിട്ട് ബംഗ്ലാദേശ് നല്ല രീതിയിൽ സഹകരിക്കുന്നു എന്നുള്ളതാണ് ഈ യൂനസ് തന്നെയാണ് പറഞ്ഞത് കേട്ടോ. സെക്യൂരിറ്റി ആൻഡ് ഇന്റലിജൻസുമായിട്ട് പാകിസ്ഥാനുമായിട്ട് ഞങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കുന്നു എന്നാണ് യൂനസ് പറഞ്ഞു വെച്ചത്. ഡ്രോൺ വിട്ടത് പാകിസ്ഥാൻ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പാകിസ്ഥാനികൾക്ക് ഇന്ത്യക്കുള്ളിൽ നിരീക്ഷണം നടത്താൻ ഈ ഒരു മേഖലയിൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രോൺ വിട്ടത്. അത് തുർക്കി അറിയാലോ, തുർക്കി പാകിസ്ഥാനുമായിട്ട് എപ്പോഴും ഒത്തുനിൽക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അവർ ആ ഒരു പശ്ചാത്തലത്തിലാണ് തുർക്കി സഹായിച്ചിട്ട് ഈ ഒരു ഡ്രോൺ ബംഗ്ലാദേശിന് കിട്ടിയത്. ഈ ഒരു ഡ്രോൺ ഒരുപക്ഷെ ഇന്ത്യ എങ്ങാനും അടിച്ചിട്ട് ഇന്ത്യയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത് പാകിസ്ഥാന്റെ അടുത്ത് നിന്നാണ് വന്നതെന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ അത് വേറൊരു വിഷയത്തിലേക്ക് മാറും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ ബുദ്ധിപൂർവ്വം തുർക്കിയുടെ ഒരു ഡ്രോൺ എടുത്ത് വിട്ടത്. അതിനെ തുർക്കി മനഃപൂർവ്വം സഹായിക്കും. കാരണം തുർക്കി അറിയാലോ, ഈ സൗദി അറേബ്യ കുറച്ച് ലിബറലിസം, കുറച്ച് മോഡറേറ്റ് ആയിട്ടുള്ള ഡിസിഷനിലോട്ട് മാറിയതോടുകൂടി ഈ സുന്നി മുസ്ലിംസിന്റെ ഏറ്റവും വലിയ തലതൊട്ടപ്പനായിട്ട് മാറിയിരിക്കുന്ന ആളാണ് നമ്മുടെ തായബ് എർദോഗൻ. അപ്പൊ അതുകൊണ്ട് അയാൾ കൊടുക്കും. ആ രീതിയിൽ തന്നെയാണ് അയാൾ കൊടുത്തത്. ഒരുപക്ഷെ ഫ്രീ ആയിട്ടായിരിക്കും കൊടുത്തത്. പ്രത്യേകിച്ച് ഇന്ത്യയെ നിരീക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർദോഗൻ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കും. അപ്പൊ ഇതിനെല്ലാം കർശനമായ താക്കീത് ബംഗ്ലാദേശിന് ഇന്ത്യ നൽകിയിരിക്കുകയാണെന്നുള്ളതാണ്. ഇതാണ് നിലവിലെ ബംഗ്ലാദേശിന്റെ അവസ്ഥ. അവിടെ ബംഗ്ലാദേശിന്റെ ഉള്ളിൽ പ്രൊട്ടസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. എല്ലാ മൈനോറിറ്റി ഇഷ്യൂസ് ഒക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിനൊന്നും യാതൊരുവിധ കുറവ് വന്നിട്ടില്ല. അതുപോലെ ഇന്ന് ചിന്മയ് ദാസിനെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയ സമയത്ത് ചിന്മയ് ദാസിന്റെ പ്ലീഡർമാർ, അഡ്വക്കേറ്റ്സിനെ കോടതിക്കകത്ത് കയറ്റിയില്ല. ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇങ്ങനെ മൈനോറിറ്റീസിന് കിട്ടേണ്ട ശരിക്കുമുള്ള അവകാശങ്ങൾ അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ബംഗ്ലാദേശിൽ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇന്ത്യ ഡെപ്സാങ്, ലഡാക്ക് ആ മേഖലയിൽ ഉള്ള എല്ലാ പെട്രോളിംഗ് പോയിന്റ്സിലും വിസിറ്റ് ചെയ്ത് പെട്രോളിംഗ് പൂർത്തിയാക്കിയിരിക്കുന്നു സക്സസ്ഫുള്ളി. അതായത് ചൈനയുമായിട്ടുള്ള എസ്കലേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പെട്രോളിംഗ് പൂർത്തിയാക്കിയിരിക്കുന്നുള്ളത് എക്സ്റ്റേണൽ മിനിസ്റ്റർ ജയശങ്കർ തന്നെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പാകിസ്ഥാന്റെ ബോർഡറിൽ നമ്മൾ ഈ ആന്റി ഡ്രോൺ മിസൈൽ സിസ്റ്റം നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഒരു മൂവബിൾ ആണത്. അതായത് ഈ ഒരു ബോർഡറിന്റെ ഏരിയയിൽ ഈ ഒരു വെഹിക്കിൾ ആണ് അത്. ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രോൺ ഡിറ്റക്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന ഒരു വെഹിക്കിൾ ഇത് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ. അതിനുശേഷം പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഡ്രോണ് നിശ്ചിതമായ അളവിൽ കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ 0 ആണെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡ്രോൺ അറ്റാക്കുകൾ തീരെ ഇല്ല എന്ന് തന്നെയാണ് ഇന്ത്യൻ ആർമി പറഞ്ഞിരിക്കുന്നത്. ബംഗ്ലാദേശിൽ 18 ബാങ്കുകൾ ബാങ്ക്രപ്റ്റ് ആവുന്ന അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ലോൺ എടുത്ത ആൾക്കാർക്കൊന്നും തിരിച്ചടയ്ക്കാൻ പൈസ ഇല്ല. അപ്പൊ ഒരുപാട് ലോണുകൾ, ബാങ്ക് എന്ന് പറഞ്ഞാൽ തന്നെ ലോൺ കൊടുത്ത് ഇൻട്രസ്റ്റ് മൂലം സമ്പാദിക്കാന്നുള്ളതാണല്ലോ. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ലോൺ കൊടുത്ത് ബിസിനസ് ലോൺ ആയിക്കോട്ടെ, ഏത് പേഴ്സണൽ ലോൺ ആയിക്കോട്ടെ, ഏത് ലോണും എടുത്ത ആൾക്കാർ തിരിച്ചടയ്ക്കുന്നില്ല എന്നുള്ള അവസ്ഥയാണ് ബംഗ്ലാദേശിൽ. 18 ബാങ്കുകൾ നല്ല രീതിയിലുള്ള ബാങ്ക്രപ്സിയിലോട്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ്. ഇത് കൃത്യമായി പാകിസ്ഥാൻ എന്താണ് ഫേസ് ചെയ്തത് 1.5 വർഷങ്ങളായിട്ട് ആ രീതിയിലേക്കാണ് ബംഗ്ലാദേശ് ചലിക്കുന്നത്. വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.